ഹായ്, എൻ്റെ പേര് മുഹമ്മദ് ഫൗസാൻ ഫസ്ലി. ഞാൻ ട്രിപ്പിൾ ഐ കൊമേഴ്സ് അക്കാഡമിയിൽ ACCA MBA സ്റ്റുഡൻ്റാണ്. ഞാൻ കഴിഞ്ഞ സെക്ഷൻ ജൂൺ SBR ഫസ്റ്റ് അറ്റംപ്റ്റ് എഴുതി. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് പാസ്സാവാൻ പറ്റി. ഒരു എക്സംഷൻ സ്റ്റുഡൻറ്റ് എന്ന നിലയിൽ എല്ലാവരും പറഞ്ഞു ഒരുപാട് റിസ്കി ഫാക്ടർ ഉണ്ടെന്ന്. കാരണം സ്കിൽ ലെവൽ ഒരു ബേസ് പോലും ഇല്ലാണ്ട് ഫസ്റ്റ് പ്രൊഫഷണൽ ലെവൽ എഴുതുന്നത് വലിയ പാടാന്നാണ് പറഞ്ഞത്. പക്ഷേ SBR പഠിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ആയിട്ടില്ല. പിന്നെ ട്രിപ്പിൾ ഐ കറക്റ്റായിട്ടാണ് നമുക്ക് സ്കിൽ ലെവലിൻ്റെ കോച്ചിങ്ങും കാര്യങ്ങളും എല്ലാം തന്നത്. അതും വിത്ത് ടോപ്പ് ഫാക്കൽറ്റീസാണ് തന്നത്. ട്രിപ്പിൾ ഐയുടെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് തരുന്ന സ്കിൽ ലെവൽ കോച്ചിങ് റെഗുലർ ബാച്ചിൻ്റെ കൂടെയാണ്, അല്ലാണ്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ഇരുത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സാമിൻ്റെ പ്രഷർ അറിയാനും എക്സാം അറ്റംപ്റ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ കൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവിടുന്ന് ഒരു ഗുഡ് എക്സ്പോഷർ ക്രിയേറ്റ് ചെയ്യാനും നമ്മളെ കൊണ്ട് പറ്റും. ACCA + MBA ചൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം ടൈം റിഡക്ഷനും അതുപോലെ തന്നെ ഫീസ് റിഡക്ഷനുമാണ്. നമുക്ക് 2 വർഷത്തിനുള്ളിൽ തന്നെ ACCAയും കിട്ടും, MBAയും കിട്ടും. പിന്നെ നമുക്കറിയാം ഒരു ACCA പഠിക്കുന്ന സ്റ്റുഡൻറ്റിന് MBA പഠിക്കാൻ അത്ര വലിയ പാടുള്ള കാര്യമല്ല. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് ACCA + MBA എടുക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. കാരണം നമുക്കിവിടെ ഒരുപാട് ടൈം സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ 5 സ്കിൽ പേപ്പർ എഴുതി വരുന്ന സ്ട്രെസ് നമുക്കിവിടെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ആഫ്റ്റർ 2 ഇയേഴ്സ് നമുക്കൊരു പ്രൊഫഷണൽ കോഴ്സിൻ്റെ കൂടെ നമ്മുടെ കയ്യിൽ ഒരു MBAയും കൂടെ ഇരിക്കും. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് 2 ഇയേഴ്സ് കൊണ്ട് 2 കോഴ്സാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇതാണ് ഞാൻ ഇതിലേക്ക് വരാനുള്ള മെയിൻ റീസൺ. റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ സ്കിൽ ലെവൽ പാസ്സാകാതെ ബേസ് ഇല്ലാണ്ട് പ്രൊഫഷണൽ ലെവലിലേക്ക് കയറിയാൽ ഒരിക്കലും അത് പാസ്സാകാൻ പറ്റില്ല എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പഠിച്ച് സ്റ്റാർട്ട് ചെയ്തപ്പം നമുക്ക് മനസ്സിലാവും അത്ര വലിയ പാടല്ല ഈ പ്രൊഫഷണൽ ലെവൽ. കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്യാനും ഒരു ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ ഏതൊരു പ്രൊഫഷണൽ ലെവലും ഏതൊരു സ്റ്റുഡൻറ്റിനും സുഖമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും.